നമ്മൾ രാവിലെ വന്നായിരുന്നു. അപ്പോൾ ഈ പള്ളിയിൽ ഇവിടെ തുറന്ന് തന്നെ തുറന്ന് നമുക്ക് തന്നായിരുന്നു. പക്ഷേ ഈ പള്ളിക്കാർ ചെയ്തത് നല്ലൊരു കാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ജീവിതത്തിൽ ഇന്ന് വരെ നമ്മൾ വന്ന് ഇത്രയും വർഷം കൊണ്ട് വരുന്ന ഇതുപോലെ ഒരു സഹകരണം നമുക്കിതുവരെയും കിട്ടിയിട്ടില്ല. അത്രയും നല്ല കാര്യമായിട്ടാണ് ഈ പള്ളിയിലുള്ള ആൾക്കാരും മറ്റുള്ളവരും ചെയ്തത്. പിന്നെ അതിനെക്കാട്ടി ഉപരി നമ്മൾ പ്രാർത്ഥന പകുതിയും നമ്മളെ കുടുംബത്തിനും ബാക്കി നമ്മൾ പ്രവാസി ലോകത്തുള്ള ആൾക്കാർക്കും വേണ്ടിയിട്ട് നമ്മൾ സമർപ്പിക്കുന്നത്. കാരണം അമ്മയുടെ പ്രാർത്ഥന അവർക്ക് കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഹൃദയം നൊന്താണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഹൃദയം വേദന എടുത്താണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. അവർക്ക് ഇനി ഒരു അപകടം ആർക്കും ഉണ്ടാവരുത് എന്ന് വിചാരിച്ചാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ആ വിഷമം കൊണ്ടാണ് പറയുന്നത്. ഇവർ ചെയ്തത് ഒരു വലിയൊരു പുണ്യമാണ്. അതിൽ നമ്മൾ അവരെ മുമ്പിൽ തലകുനിക്കുവാണ്. കാരണം ഇന്ന് വരെ സാധിക്കാത്ത ഒരു കാര്യം ഈ പൊന്നമ്മച്ചി മുമ്പിൽ 13ാമത്തെ വയസ്സിൽ ഞങ്ങൾ വരക്കാൻ തുടങ്ങിയതാണ്. ഇന്ന് വരെ നടന്നില്ലാത്തതാണ് ഇപ്പോഴും നമുക്ക് സാധിച്ചു കിട്ടിയിരിക്കുന്നത്. വലിയൊരു കാര്യമാണ്. ഇതാണ് ശരിക്കും റിയൽ കേരള സ്റ്റോറി. ശരിക്കും ഇതാണ് കേരളത്തിന്റെ ഐക്യം എന്ന് പറഞ്ഞത് തന്നെയാണ്. ആണ് ഇല്ല അങ്ങനെ പോകണം. ഇനിയുള്ള തലമുറയെങ്കിലും ജാതിമത ഭേദം പിന്നെ ഇങ്ങനെ തമ്മിലടിച്ച് മരിക്കാതെ ഇങ്ങനെ പോകുന്നതാണ് നമ്മളെ തലമുറയ്ക്ക് നല്ലത്. ഇവർ കണ്ട് പഠിക്കണം. അത് ഇനിയുള്ള വളർന്നു വരുന്ന തലമുറ അത് കണ്ടു പഠിക്കണം. അതാണ് വേണ്ടത്.